വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഇന്ന് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ. നമ്മൾ LEDs ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ LEDs കത്തിച്ച് നോക്കിയിരുന്നു. 7 സെഗ്മെൻറ്റ് LEDയും ആക്ച്വലി LEDs തന്നെയാണ്. ഇതിനകത്ത് 7 LEDs നമ്മളുടെ ഇഷ്ടത്തിന് ഒരു അറേഞ്ച്മെൻറ്റിൽ കത്തിക്കുന്ന സമയത്ത് 1 2 3 എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോഴും സിസ്റ്റത്തിന് അറിയുന്നില്ല ഇത് 1 2 3 ആണെന്നുള്ളത്. എനിവേ നമുക്ക് ചെയ്ത് നോക്കാം. ബോർഡ് വയറിംഗ് ചെയ്യാം. PCB ഡിസൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മളുടെ 7 സെഗ്മെൻറ്റ് ഇരിക്കുന്നത്. ഇതിൻ്റെ ABCD കണക്ഷൻസ് ഒക്കെയാണിത്. ഇതിൻ്റെ മുകളിലെ പിൻ നമുക്ക് കിട്ടുന്നത് G ആണ്. പിന്നെ F, പിന്നെ 5 എന്ന് എഴുതിയിട്ടുള്ളത് ഒരു കോമൺ ആണ്, കോമൺ 1 എന്ന് പറയാം. അത് കഴിഞ്ഞ് ABEDC5 ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ. ഇനി ഇതിനെ എടുത്തിട്ട് നമ്മൾക്ക് ജമ്പർ കേബിൾ വഴി ഇവിടെയുള്ള കണക്ടറുകളിൽ, അതായത് ഇവിടെ ബോർഡിൽ നോക്കുകയാണെങ്കിൽ ഈ പിന്നിനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു ജമ്പർ കേബിൾ എടുത്തിട്ട് നമ്മൾക്കിവിടെ പോർട്ട് പിന്നുകളുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഏത് പോർട്ട് പിന്നിലേക്ക് ഏത് കണക്ട് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ ബോർഡിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പിൻ ഡയഗ്രാം, പിൻ കണക്ഷൻസാണ്. ABCD കൊടുക്കാനായിട്ട് പോർട്ട് B5 എന്ന് തുടങ്ങുകയാണെങ്കിൽ 5 4 3 2 1 ഇവിടെ കാണുന്ന കണക്ഷൻസാണ്. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിൽ PB0, ഇത്രയും നമ്മൾക്ക് ഒരു 1 ലൈനിൽ കിട്ടും. എന്ന് വെച്ചാൽ പോർട്ട് Bയിൽ കിട്ടും. PB5നെ A ആക്കുകയാണെങ്കിൽ ABC അങ്ങനെ പോകാം. ഞാനിപ്പോൾ പറഞ്ഞൊരു നോട്ട് പാഡ് എടുത്തിട്ട് ടൈപ്പ് ചെയ്യാം. ABCDEFG എവിടെ കണക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ PB5 കൊടുക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. PB5 കഴിഞ്ഞാൽ 4 കിട്ടും, 3 കിട്ടും, 2 കിട്ടും, 1 കിട്ടും, 0 കിട്ടും. അത് കഴിഞ്ഞാൽ പോർട്ട് B കഴിഞ്ഞു. G കൊടുക്കാനായിട്ട് വേറെ പിന്നെ നോക്കണം. നമ്മൾക്ക് PB0 കിട്ടിയത് ഈ കോർണറിലാണ്. അതിൻ്റെ തൊട്ടടുത്ത പിൻ PD7 ആണ്. ഇവിടെ ഡയഗ്രത്തിൽ നോക്കാം. PB0ൻ്റെ തൊട്ടടുത്ത് D7 എന്ന് പറഞ്ഞാൽ PD7 ആണ്. PD7ൽ G കൊടുക്കാം. ഇങ്ങനെ നമുക്ക് വയറിങ് ചെയ്യാം. ഒരു 2 വയർ ജമ്പർ കേബിൾ എടുത്തിട്ടുണ്ട്. G ആൻഡ് F കണക്ട് ചെയ്തു. G ഓറഞ്ചിലാണ്. G ആൻഡ് F നമ്മൾക്ക് ഈ കോർണറിലാണ് വരേണ്ടത്. ഡയഗ്രാം എടുത്ത് നോക്കിയാൽ G PD7ലേക്ക്, PD7 ഇവിടെയാണ് വരുന്നത്. F ആണെങ്കിൽ PB0ലേക്ക്, PB0 ഇവിടുത്തെ ലാസ്റ്റ് പിന്നാണ്, ഈ ഓറഞ്ച് വയർ പോയത്. അടുത്തത് ഇവിടെ കിട്ടുന്നൊരു കോമൺ 1 ആണ്. അപ്പോൾ നമ്മൾക്കതിനൊരു സിംഗിൾ പിൻ വയർ ഉപയോഗിച്ചിട്ട് ഒരു പ്ലസ്സിലേക്ക് കൊടുക്കാം. അത് നമ്മളുടെ ഒരു 7 സെഗ്മെൻറ്റിനെ ഓൺ ചെയ്യാനുള്ളതാണ്. അടുത്തുള്ളൊരു പ്ലസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ സീരിയൽ കണക്ഷന് വേണ്ടി വെച്ചൊരു പ്ലസ് ഉണ്ട്, നോക്കി കണക്ട് ചെയ്യണം. ഇവിടെ പ്ലസ് ആണെന്നുള്ളത് ഷുവറാണ്, പ്ലസ്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പിൻ വയർ, ഒരു 3 വയർ ജമ്പർ കേബിൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കിട്ടുന്നത് AB ആൻഡ് E ആണ് കിട്ടുന്നത്. AB കിട്ടുന്നത് യെല്ലോയിൽ A കിട്ടുന്നു. ഓക്കെ, PB5ലും PB4ലും കൊടുത്തിട്ടുണ്ട്. A PB5ൽ വന്നു, B PB4ൽ വന്നു. ഇനി അതിനകത്ത് ഒരു വയർ കൂടിയുണ്ട്, E ആണത്. E എവിടേക്കായിരുന്നു? PB1ലേക്കാണ്. PB1 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് വയറാണ്. ഇനി ഇവിടെ 3 വയർ കാണുന്നുണ്ട്. 3 വയർ കണക്ട് ചെയ്താൽ അതിനകത്ത് കിട്ടുന്നത് DC, പിന്നെ ഒരു കോമൺ ആണ്. DC വന്നിട്ട് D PB2ലും C PB3ലും. D ഗ്രേ കളറാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് കോഡിങ് ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാം. ന്യൂ പ്രോജക്റ്റ് C++, AVRC, XE8,
AVR XC8 C ആപ്ലിക്കേഷൻ പ്രോജക്റ്റ്. കോഡിൻ്റെ പേര് 7 segment 1 എന്ന് കൊടുക്കാം. ഒരു ലൊക്കേഷൻ കൊടുക്കണം. പുതിയൊരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. 7 segment 1 എന്നൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. സെലക്ട് ഫോൾഡർ. ഓക്കെ. ഇനി ടാർഗറ്റ് മെഗാ 328p. ടാർഗറ്റ് സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. ഓക്കെ, കോഡിങ്ങിലേക്ക് വരാം. ഡിലേ യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ഹാഷ് ഡിഫൈൻ കൊടുക്കണം. ഹാഷ് ഡിഫൈൻ AF CPU hash include util delay .h. ഓക്കെ, ഇവിടെ നിന്ന് വൈൽ ലൂപ്പ് എടുത്ത് കളയുന്നുണ്ട്. നമ്മൾക്ക് ആവശ്യം DDR-B. നമ്മൾ പോർട്ട് B ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? പോർട്ട് ബീൻ്റെ ഏതൊക്കെ പിന്നുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പോർട്ട് B 543210. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 7ഉം 6ഉം ഇല്ല. 0x3F 2 ബിറ്റ് 0 ആകുമ്പോൾ പിന്നെ 0011 പിന്നെ 1111. അതാണ് 0x3F വരുന്നത്. അത്രയും പിന്നിനെ ഔട്ട്പുട്ടാക്കി ഇനി ഒരു പോർട്ട് കൂടി ഉപയോഗിക്കുന്നുണ്ട്, പോർട്ട് D. അതിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് മാത്രം DDR-D 0x80. ഇപ്പോൾ ഡയറക്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു നമ്പർ 1 തെളിയിച്ച് നോക്കാം. പോർട്ട് B = നമുക്ക് ആവശ്യം എന്താ? 00 അല്ല, ഒരു കമൻ്റ് എഴുതി നോക്കാം. A വന്നിട്ട് A നമുക്ക് ഓൺ ആവേണ്ട ആവശ്യമില്ല. PB5ലാണ് A. അപ്പോൾ PB7, PB6, PB5, അത് കഴിഞ്ഞ് PB4, PB1, ബാക്കിയെല്ലാം 0. PB5 0 ആണ്. PB4, PB3, ബാക്കിയെല്ലാം 0. പോർട്ട് D ആണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് അത് 0 തന്നെ കൊടുക്കാം. ഓക്കെ, പോർട്ട് B 00 ആണ് കൊടുത്തത്. ഇവിടെ വാല്യൂ മാറ്റിയില്ലായിരുന്നു. 18 ആണ് നമ്മൾക്ക് ആവശ്യം. കമ്പൈലായി ടൂൾസിൽ പോയിട്ട് ഓർഡിനോ ആസ് പ്രോഗ്രാമർ ഫ്ലാഷ് ആവുന്നുണ്ട്. യെസ്, ഫ്ലാഷ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഔട്ട്പുട്ട് 1 ആയി. യെസ്, അങ്ങനെയാണെങ്കിൽ 1ന് നമ്മൾ ഇങ്ങനെ 18 എന്ന് വാല്യൂ കൊടുത്തു. 2ന് എന്ത് വാല്യൂ കൊടുക്കും? അങ്ങനെയാണെങ്കിൽ 0 എന്ത് വാല്യൂ കൊടുക്കും? നമുക്ക് ഇവിടെ ഒരു ചാർട്ട് പോലെ ഉണ്ടാക്കാം. ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യാം. നമ്മളുടെ ബേസ് എന്താണ്? ഇവിടെ നമുക്ക് ഗൂഗിളിൽ ഒരു 7 സെഗ്മെൻറ്റിൻ്റെ ഇമേജ് സെർച്ച് ചെയ്യാം. ഇവിടെ നമ്പേഴ്സ് എല്ലാം എങ്ങനെയാണെന്നുള്ള ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വാല്യൂ സെറ്റ് ചെയ്യേണ്ടത്. എൻ്റെ വാല്യൂ BCDEFG. 0ക്ക് എന്താണ് വാല്യൂ? 1ന് എന്താണ് വാല്യൂ? 2ന് എന്താണ് വാല്യൂ?
0 to 9 വരെ. ഇതിൽ 1ൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു. 0 0 0 1 1 0 0 0 0 0 0 സോറി 0 0 1 1 0 0. ഓക്കെ, ഇതിങ്ങനെയല്ല. ഇങ്ങനെയാണ്. ബിയും സിയുമാണ് നമ്മൾക്ക് 1 ആവേണ്ടിയിരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 0ക്ക് എ 1 ആവണം, ബി 1 ആവണം, സി 1 ആവണം, ഡി 1 ആവണം, ഇ 1 ആവണം, എഫ് 1 ആവണം, ജി മാത്രം 0. ഓക്കെ, ഇനി 2n എങ്ങനെയായിരിക്കും? നമ്മളുടെ ടേബിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എഫ് വരെയുള്ളത് നമ്മൾക്ക് പോർട്ട് ബി ആണ്. അതിൽ എയും ബിയും കിടക്കുന്നത് ഹയർ നിബിളാണ്. നിബിൾ എന്ന് വെച്ചാൽ 4 വാല്യൂസ് വരുന്ന ഒരു സെറ്റ്. അപ്പോൾ അതിന് നമുക്കൊരു ബോർഡർ ഇട്ട് കൊടുക്കാം. ജി വരുന്ന പോർട്ട് ഡിയിലാണ്, ഡിയിലെ ഹയർ നിബിളിലാണ് വരുന്നത്. ഓക്കെ, ഇനി 0ൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം? കോഡിലേക്ക് വരാം. നമുക്കിതിനൊരു ഫങ്ഷനായിട്ട് എഴുതാം. void 0 port B equal to 0x3f എന്നാണ് വരുന്നത്. 0ക്ക് പോർട്ട് ഡിയിൽ വാല്യൂ 0 ആണ്. പോർട്ട് ഡി ഈക്വൽ ടു 0. void 1 port B equal to ഓക്കെ, നമ്മൾ 9 വരെ എല്ലാം എഴുതിയിട്ടുണ്ട്. എല്ലാത്തിനും ഫങ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇനി ഓരോ ഫങ്ഷൻസായിട്ട് നമുക്ക് കോൾ ചെയ്ത് നോക്കാം കോഡിനകത്ത്.
0 കൂടി എഴുതിയിട്ട് ഒന്നുകൂടി റൺ ചെയ്യാം. യെസ്, സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ടൂൾസിൽ പോയി Arduino as programmer, flashing. Okay, now starting from 0, 1, 2, 3, 4, 5, 6, 7. ഓക്കെ ഫ്രണ്ട്സ്, 7 സെഗ്മെൻറ്റിൻ്റെ കൂടുതൽ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാനുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.